ഹലോ എവരി വൺ. സോ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എപ്പോഴും കണ്ടുവരുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് പുള്ളിങ് ടൈപ്പ് ചോദ്യം. അതായത് രണ്ട് ബ്ലോക്കുകൾ M1 M2 എന്നുള്ള രണ്ട് ബ്ലോക്കുകൾ നമ്മൾ റോപ്പ് വഴി കണക്ട് ചെയ്യുകയും ഈ M2 എന്നുള്ള ബ്ലോക്കിനെ നമ്മളൊരു ഫോഴ്സ് ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പിടിച്ച് വലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ റോപ്പിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. എപ്പോഴും വരുന്ന ടിപ്പിക്കൽ ചോദ്യമാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് M1 ഉം M2 ഒരേ ആക്സിലറേഷനാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ പറയാം അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്നാണ്. സോ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് അറിയാം F ആണ്. സോ ടോട്ടൽ മാസ് വിൽ ബി M1 + M2. സോ നിങ്ങൾ ആലോചിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇനിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രിക്ക്. എന്താ ട്രിക്ക് അറിയോ? അതായത് ഈ റോപ്പിൽ അനുഭവപ്പെടുന്ന ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ റോപ്പിൽ അനുഭവപ്പെടുന്ന ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട റിലേഷൻ ഇതാണ്. ടെൻഷൻ ഇസ് ഈക്വൽ ടു ആ റോപ്പിൻ്റെ ബാക്കിലുള്ള മാസ്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന റോപ്പ് ഇതല്ലേ, ബോഡി ഈ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഫോഴ്സ് കൊടുത്ത് മുന്നോട്ടേക്ക് പിടിച്ച് വലിക്കുന്നെങ്കിൽ ഈ റോപ്പിൻ്റെ ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെൻഷൻ കിട്ടും. അതായത് ഈ മാസ് ബിഹൈൻഡ് നമ്മൾ പറയാം, മാസ് ബിഹൈൻഡ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. അതായത് ഈ ഒരു ബോഡിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് പിടിച്ച് വലിക്കുന്നു. ഈ റോപ്പിലെ ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ റോപ്പിൻ്റെ ബാക്കിലെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെൻഷൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ റോപ്പിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലോക്കും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ വരുന്ന കേസാണ്. അതായത് സെയിം ഫിഗർ തന്നെ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? M3 എന്നുള്ള ഒരു ബ്ലോക്കും കൂടി ആഡ് ചെയ്യുന്നു. M3 എന്നുള്ള ബ്ലോക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെയാണ് ഞാൻ ഫോഴ്സ് കൊടുക്കുന്നത് വിചാരിക്കാം. അപ്പം ഈ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക് ബോഡി മൊത്തത്തിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ റോപ്പിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും, അതേപോലെ ഈ റോപ്പിലും ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. സോ ഈ രണ്ട് റോപ്പിലും ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. എന്താണ്? F ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എടുക്കുക, M1 + M2 + M3. സപ്പോസ് ഈ റോപ്പിലെ ടെൻഷനാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ T1 എന്നുള്ള ടെൻഷനാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ആ റോപ്പിൻ്റെ ബാക്കിലുള്ള മാസ് ഏതാ? M1 ആണ്. സോ M1 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം. ഇനി നിങ്ങളോട് T2 ആണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിലോ T2 എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ റോപ്പാണ്. ഈ രണ്ടാമത്തെ റോപ്പിലെ ടെൻഷനാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഈ രണ്ടാമത്തെ റോപ്പിൻ്റെ ബാക്കിലുള്ള മാസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു കൺസിഡർ ദ ടോട്ടൽ മാസ്. അതായത് ഈ റോപ്പിൻ്റെ ബാക്കിലുള്ള മൊത്തം മാസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് M1 ഉം M2 ഉമാണ്. സോ M1 + M2 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഈ ഒരു ടൈപ്പ് ഓഫ് കണക്റ്റഡ് ബോഡി സിസ്റ്റത്തിൽ ഫോഴ്സ് ഈ ഡയറക്ഷനിലേക്ക് കൊടുക്കുകയും ഈ റോപ്പിലെ ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ബാക്കിലുണ്ടാവുന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഈ റോപ്പാണെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള മൊത്തം മാസ് കൺസിഡർ ചെയ്യാനുള്ള കാര്യം ആലോചിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക് തരും, അതിൻ്റെ ആൻസറാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ബ്ലോക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 4 കിലോഗ്രാം ആണ്, രണ്ടാമത്തത് 8 കിലോഗ്രാം ആണ്. രണ്ടും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. 8 കിലോഗ്രാം മാസിൻ്റെ മുകളിൽ ഞാനൊരു 120 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ടെൻഷൻ ബിറ്റ്വീൻ A ആൻഡ് B ആണ്. സോ വാട്ട് ഈസ് ടെൻഷൻ? ഈ റോപ്പിലെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള മാസ് ഏതാ? 4 kg ഇൻറ്റു ആക്സിലറേഷൻ. ഹൗ ടു ഫൈൻഡ് ആക്സിലറേഷൻ? നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് അല്ലേ മക്കളെ? സോ 4 ഇൻറ്റു ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് 120 ആണ്. ടോട്ടൽ മാസ് 8 + 4 3 12 ആണ്. 120 ഡിവൈഡ് ബൈ 12 10 ആണ്. 10 ഇൻറ്റു 4 യു വിൽ ഗെറ്റ് 40 ന്യൂട്ടൺ ഈസ് റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്. സോ ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു. സോ കണക്റ്റഡ് ബോഡി സിസ്റ്റത്തിലെ പുള്ളിങ് ടൈപ്പ് പ്രോബ്ലം നല്ല വൃത്തിയിൽ മനസ്സിലാക്കിയെടുക്കുക. ബൈ.